എന്ത് ചെയ്താലും അവസാനം കുറ്റം മാത്രമാണ് പ്രൈവറ്റ് ബസ്സുകാർക്കെന്നൊരു പഴി എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇന്നലെ കോട്ടയത്തെ ദേവമാത ബസ്സിലെ ജീവനക്കാർ ശരിക്കും ദൈവങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ബസ്സിൽ വയ്യാതെ വന്ന കുഞ്ഞിനെ കൃത്യമായ ഇടപെടൽ കാരണം ജീവൻ രക്ഷിക്കാൻ ദേവമാത ബസ്സിലെ ജീവനക്കാർക്ക് സാധിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ദേവമാത ബസ്സിലെ ജീവനക്കാർ ഇന്നലെ ഉച്ചയ്ക്ക് ശരിക്കും ദൈവങ്ങളായി മാറി. പൊൻകുന്നം സ്വദേശിയായ കിഷോറിനും ഇന്ദുവിനും മകൾ ദക്ഷയ്ക്കും മുന്നിലാണ് ഒരു ബസ്സിലെ ജീവനക്കാർ ദൈവങ്ങളായി അവതരിച്ചത്. കോട്ടയം ഏറ്റുമാനൂർ മെഡിക്കൽ കോളേജ് കുറുപ്പന്തറ റൂട്ടിൽ സർവീസ് നടത്തുന്ന ദേവമാത ബസ്സിലെ ജീവനക്കാരുടെ കൃത്യസമയത്തുള്ള ഇടപെടലാണ് ഒരു വയസ്സുകാരിയുടെ ജീവൻ രക്ഷിച്ചത്. എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം? ഇന്നലെ നാമറം പാലത്തെ വെച്ച് ഒരു കൊച്ച് അതിന് ഛർദ്ദിച്ചു. അപ്പൊ ആ ചേച്ചി ഇങ്ങനെ, ഞാൻ പറയാം കൊച്ചല്ലേ ഛർദ്ദിച്ചാലും കുഴപ്പമില്ലെന്ന് പറയാം. അത് ഞാൻ നോക്കും കൊച്ചിന്റെ കണ്ണ് ഇങ്ങനെ പിരിഞ്ഞു വരുവാ. അപ്പൊ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി കൊച്ചിന് കണ്ണെന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി നോക്കുമ്പോൾ പുറകെ പുള്ളിയുടെ ഹസ്ബൻഡ് ഇരിക്കുക. അപ്പൊ ചേട്ടാ കൊച്ചിനെന്തോ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനെ വിളിച്ചു. ചേട്ടൻ വന്നപ്പോൾ കൊച്ചിന് കണ്ണിങ്ങനെ കൊച്ചു അനങ്ങാതെ നിൽക്കുക. അത് കഴിയുമ്പോൾ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ കൊച്ചിനെ എടുത്ത് പുറമൊന്ന് ഓട്ടി കൊടുക്കാൻ പറഞ്ഞു. അത് കഴിയുമ്പോൾ വണ്ടി 2 നേഴ്സുമാരുണ്ടായിരുന്നു. ഞാനപ്പോൾ അവരെ വിളിച്ചു. അപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, ബീക്കുട്ടനോട് പറഞ്ഞ് ബീക്കുട്ട വണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി 2 മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന നേഴ്സുമാരുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് കൊച്ചിനെടുത്ത് പുറമൊക്കെ തട്ടി അപ്പോൾ കുറച്ച് ചെറുതായിട്ട് ശ്വാസം എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇപ്പോഴത്തെ ലോഗോസ് സിഗ്നൽ നോക്കിയില്ല. ലോഗോസും മനോരമ സിഗ്നൽ നോക്കാതെ ജില്ലാശുപത്രി അവിടെ കൊണ്ടുപോയി കൊച്ചിനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എയർ പോസ്റ്റിൽ പോയി പറഞ്ഞു, സാർ എന്നോട് ഞങ്ങൾ സിഗ്നൽ തെറ്റിച്ച് ഇന്നോലെ കൊച്ചിനെ കൊണ്ട് ആശുപത്രി വന്നതാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ കുഴപ്പമില്ല, അത് പറ്റിയൊന്നും വരുമല്ലെന്ന് പറഞ്ഞു. അത്ര രക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇന്ന് ആ കൊച്ചിന്റെ അച്ഛൻ മറ്റേ ഏത് വണ്ടിയാന്ന് മാത്രമേ അറിയാവുള്ളൂ. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ ഓണറെ വിളിച്ചു ബോബിച്ചേട്ടൻ. അപ്പൊ രാവിലെ പുള്ളിയുടെ നമ്പർ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ പുള്ളി മെഡിക്കൽ കോളേജ് വന്ന് ഞങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്, ഇന്നപോലെ ദൈവത്തിന്റെ കരങ്ങളെ പോലെ ഞങ്ങളുടെ വണ്ടിയാ വന്നേ ദേവമാത. അപ്പം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കൊച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ ESL ഉണ്ട്. ഇപ്പൊ രാവിലെ ഇന്നലെ ഒബ്സർവേഷൻ ഇരുത്തിയിട്ട് ഇന്ന് രാവിലെ മൂത്രം കൾച്ചർ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുവാ. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുവല്ലേ, ഗ്ലാസ് കൂടെ കണ്ട് അന്നേരം നോക്കുമ്പോ കുട്ടിയുടെ കണ്ണ് കണ്ടു കഴിയുമ്പോ അങ്ങനെ വന്ന് എന്നോട് പറഞ്ഞു പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകാന്ന് പറഞ്ഞു. അന്നൊന്നും നോക്കിയില്ല, ലൈറ്റ് പോയിട്ട് ദൂരം ജില്ലാ ആശുപത്രി കൊണ്ടുവന്നു. കിടക്കുന്ന ആരാ ആ ബ്ലോക്കിന്റെ അകത്തോട്ട് എടുത്താൽ 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എന്തായാലും എത്തും. ആളെ കുട്ടിയുടെ അച്ഛൻ്റെ നമ്പറോ ഒന്നും അറിയാൻ മതി. ഞങ്ങൾക്ക് പിന്നെ കയറിയ ചേച്ചിമാരുണ്ടായിരുന്നു ജില്ലാ ആശുപത്രിയിലാണ്. അവരോടൊക്കെ നമ്മൾ ചോദിച്ചു ഇന്നോട് ഇന്നലെ വന്ന കുട്ടിയുടെ കാര്യം. ആർക്കും അറിയില്ല. നമുക്കെന്നേരം ഇന്ന് രാവിലെ കുട്ടിയുടെ അച്ഛൻ ഞങ്ങളെ തിരക്കി മെഡിക്കൽ കോളേജ് സ്റ്റാൻഡ് വന്നു. കുട്ടി രക്ഷപ്പെട്ടു. എന്നാലും മനസ്സിനൊരു ആശ്വാസം. ദേവമാതയുടെ ആളുകളെ ദൈവങ്ങൾ. അതെ, ഞങ്ങളെന്താ ഞങ്ങളുടെ വണ്ടിയിലല്ലേ സംഭവിച്ചത്. പിന്നെ ഒരു തീരെ ചെറിയ കുഞ്ഞു. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മുതലാളിമാരെ മാനവരെല്ലാം വിളിച്ചു പറഞ്ഞു, ഇന്നപോലെ സിഗ്നൽ ഒന്നും കട്ട് പോയിട്ടുണ്ട് എന്ന് എയർ പോസ്റ്റ് പറയാൻ പറഞ്ഞു. എന്നാൽ അവിടുത്തെ സാറ് പറഞ്ഞു, ഒരു കൊച്ചിന്റെ ജീവൻ രക്ഷിക്കാനല്ലേ അല്ലാതെ. അപകടസ്ഥിതി മനസ്സിലാക്കിയ ഡ്രൈവർ ബിജുക്കുട്ടനും കണ്ടക്ടർ ശരത്തും മറ്റൊന്നും നോക്കാതെ വൺ വേ എല്ലാം തെറ്റിച്ച് അതിവേഗം ജില്ലാ ആശുപത്രിയിലേക്ക് ബസ്സുമായി കുതിച്ചു. ആശുപത്രിയിലെത്തിയ ശേഷം ബസ് ജീവനക്കാരും യാത്രക്കാരും കുട്ടിക്കൊപ്പം മാതാപിതാക്കൾക്കുമൊപ്പം അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കുട്ടിയെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് അയച്ചു. ഇവിടെ പരിശോധനയും ചികിത്സയും പൂർത്തിയാക്കി ദക്ഷ വീട്ടിലേക്ക് മടങ്ങി. ഇന്ന് രാവിലെ ബസ് ജീവനക്കാരെ ദക്ഷയുടെ മാതാപിതാക്കൾ വിളിച്ച് നന്ദി പറയുകയും ചെയ്തു.